വെൽക്കം ടു അമിയാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമായിരുന്നു. ഇന്ന് നമുക്ക് ചോറൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സിമ്പിൾ ദോശയുടെ റെസിപ്പി പരിചയപ്പെടാം. ഇത് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് മട്ടരിയുടെ ചോറാണ്. ഇനിയിപ്പോൾ നമ്മളെ കയ്യിൽ വൈറ്റ് റൈസ് ആണെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി. ഏത് റൈസ് വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇത് നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കണം ആ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടി എടുത്താലും മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് തൈരാണ്. അപ്പോൾ ഇത് അധികം പുളിയില്ലാത്ത തൈരാണ്. അപ്പോൾ പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ 1/4 കപ്പൊക്കെ മതിയാവും. അപ്പോൾ പുളി നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തൈര് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്ക് 2 നുള്ള ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ബാറ്റർ ഒന്ന് ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് ലൂസാക്കിയെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് മൊത്തം 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിപ്പോൾ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യോ അതല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കിയിരുന്ന ബാറ്ററിൽ നിന്ന് ഒരു കയ്യിൽ ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞിട്ട് ഈ രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കാം. ഇനി മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യും കൂടി ആക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും നെയ്യ് ആക്കി കൊടുക്കുക. ഇനി ദോശ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണ വരെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നെയ്യ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നാൽ നമുക്കിത് ഈ രീതിയിൽ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നോർമലി ദോശ തയ്യാറാക്കുന്ന ആ ഒരു ടെക്സ്ചറിൽ തന്നെ ഈ ബാറ്റർ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഈ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കിയെടുക്കാം. നമ്മൾ ദോശക്കൊക്കെ മാവ് അടിച്ച് വെക്കാൻ വേണ്ടി മറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. നല്ല ടേസ്റ്റുമാണ്. നമ്മൾ സാധാ ദോശ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. ഇപ്പോൾ നമ്മുടെ ദോശ എല്ലാം റെഡി ആയിട്ടുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണിത്. അപ്പോൾ ചോറൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്